അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. എല്ലാവരും പതിവാക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഗുണങ്ങൾ നിറഞ്ഞ ഒരു ചെറിയ ദിക്റിനെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ആ ദിക്ർ ഏതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ ഗുണഫലങ്ങൾ കൂടെ അറിഞ്ഞ് നമുക്ക് നിത്യവും നമ്മുടെ ജീവിതത്തിൽ പകർത്താം ഇൻഷാ അല്ലാഹ്. വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോക്കൊരു ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും ദുആ വസിയത്തും ഒരു മാഷാ അല്ലയും കമൻ്റായി രേഖപ്പെടുത്തുക. മുൻകഴിഞ്ഞ വലിയ മഹാന്മാർ നിത്യജീവിതത്തിൽ പതിവാക്കി വന്ന ഒരു ദിക്റാണ് ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. ആ ദിക്റിൻ്റെ ഗുണങ്ങൾ, ഫലങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. നിങ്ങൾ വലിയ വിഷമത്തിൽ അകപ്പെട്ടാൽ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് ചൊല്ലുക. ഏതു വിഷമ അവസ്ഥയിൽ നിന്നും പരിഹാരം ലഭിക്കുമെന്ന് ഹദീസുകളിൽ ഈ ദിക്റിനെ കുറിച്ച് വന്നത് കാണാൻ കഴിയും. മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഒരാൾ രാവിലെയും വൈകുന്നേരവും 3 തവണ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു അവന് സംരക്ഷണം നൽകും. എല്ലാത്തിൽ നിന്നും പ്രതിരോധ മറ അവനിക്ക് അല്ലാഹു തആല സ്ഥാപിക്കുമെന്ന് മഹാനവറുകൾ പറഞ്ഞത് കാണാം. മഹാനായ ഇമാം അബുൽ ഹസനു ഷാദുലി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഒരാൾ നിന്നെ ഭയപ്പെടുത്തിയാൽ അതിൽ നിന്ന് മുക്തി നേടാൻ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന ദിക്ർ ചൊല്ലിയാൽ മതി. മാത്രവുമല്ല, ഈ ദിക്ർ പതിവാക്കി വന്നാൽ ശത്രുത ഫലിക്കില്ല, ഹൃദയത്തിന് വിശാലത ലഭിക്കും, ആപത്തുകൾ നീങ്ങും, ജയിൽ മോചനം വരെ ലഭിക്കും, പാരായണം ചെയ്യുന്നവരുടെ ധനത്തെ അല്ലാഹു തആല സംരക്ഷിക്കും തുടങ്ങി ഫലങ്ങൾ ധാരാളം ഈ ദിക്റിനുണ്ട്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്നൊരാൾ പറഞ്ഞാൽ അല്ലാഹുവിലുള്ള വിശ്വാസം ശക്തിപ്പെടുത്താൻ കഴിയും, മാനസിക ആരോഗ്യം വർദ്ധിക്കും, ഉത്കണ്ഠ, വിഷാദം, ഫോബിയകൾ, ടെൻഷൻ എല്ലാം നീങ്ങിക്കിട്ടും, ശാരീരിക ആരോഗ്യങ്ങൾ ലഭ്യമാകും, സാമ്പത്തിക പ്രശ്നങ്ങൾ നീങ്ങും, വിവാഹ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും, കുടുംബ ബന്ധങ്ങൾ സ്നേഹത്തിലാവും, എല്ലാ തരത്തിലുമുള്ള ഭയം മാറിക്കിട്ടും, ആത്മവിശ്വാസം വർദ്ധിക്കും, എല്ലാ ആവശ്യങ്ങളും നിറവേറിക്കിട്ടും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നിറഞ്ഞ ദിക്റാണ് ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്നുള്ള ഈ ദിക്ർ. നമ്മുടെ ജീവിതത്തിൽ രാവിലെയും വൈകുന്നേരവും കൃത്യമായ ഒരു എണ്ണം കണക്കാക്കി പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി, മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.